Hi students, welcome to our zoology class. We are discussing the chapter Human Health and Disease, and in the previous classes we have discussed or come across through certain diseases like certain common diseases that is found in man. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ തടയാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഇമ്മ്യൂണിറ്റി എന്നുള്ള ടോപ്പിക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We know that we are exposing to a large number of microorganisms or infectious agents every day അല്ലേ. നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുത്താൻ സാധ്യതയുള്ള മൈക്രോ ഓർഗാനിസത്തിനോട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും രോഗങ്ങൾ വരുന്നുണ്ടോ? എപ്പോഴും നമ്മൾ പല രോഗങ്ങളും കൊണ്ട് വരുന്നില്ല. അതിൽ ചിലത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? കാരണം നമ്മുടെ ബോഡി തന്നെ ഇത്തരത്തിലുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഫോറിൻ ഒബ്ജക്ട്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് തന്നെ കുറച്ച് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഇറ്റ് ഈസ് ദ ഓവറോൾ എബിലിറ്റി ഓഫ് ദ ഹോസ്റ്റ്. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസ് പറയുമെങ്കിൽ ഹ്യൂമൻസ്, വേറെ ഏതെങ്കിലും ക്രിയേച്ചേഴ്സ് ആണെങ്കിൽ അത്. അപ്പോൾ ഹോസ്റ്റ് ഏതാണോ അതിൻ്റെ ഓവറോൾ എബിലിറ്റി ടു റെസിസ്റ്റ് ഓർ ടു ഡിഫെൻഡ് അല്ലേ, ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ ഇറ്റ് സെൽഫ് ഫ്രം ഡിസീസ് കോസിങ് ഓർഗാനിസം, ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന് എതിരെ ഫൈറ്റ് ചെയ്യാൻ ആ ഹോസ്റ്റിനുള്ള കഴിവ് വിച്ച് ഇസ് കൺഫേർഡ് ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിക്കാണ്, ഓവറോൾ എബിലിറ്റിക്കാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? It is the overall ability of the host to fight against or to defend itself from disease causing organism. That is immunity. ഇനി നമുക്കറിയാം ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്സ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ദറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദ സെക്കൻഡ് ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഹാവൻ യു ഹേർഡ് അബൌട്ട് ഇന്നേറ്റ്? ഇന്നേറ്റ് പറഞ്ഞാൽ ഇൻബോൺ അല്ലെങ്കിൽ ബൈ ബർത്ത് എന്നൊക്കെ അർത്ഥം വരാറുണ്ട് അല്ലേ. ഇന്നേറ്റ് എന്ന് മുൻപ് കേട്ടിട്ടുണ്ടോ? എനിവേ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫെൻസ് ആണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രോഗത്തിനെതിരെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിനെതിരെ ഒന്നുമല്ല, ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡിഫെൻസ് ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഓരോ ആളുകളും ജനിക്കുമ്പോഴന്നെ, ഏത് ക്രിയേച്ചേഴ്സ് ആവട്ടെ, ഹ്യൂമൻസ് ആവട്ടെ, അത് മാമൽസ് ഏതാവട്ടെ, അതിൻ്റെ ബർത്തിൻ്റെ സമയത്ത് തന്നെ അതിനുണ്ടാവുന്ന ഒരു ഇമ്മ്യൂൺ പവറാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിൻ്റെ സമയത്ത് തൊട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എബിലിറ്റിയാണ്. ആൻഡ് ഹൗ ദിസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വർക്ക്? നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സിലൂടെയാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അക്കംപ്ലിഷ് ബൈ പ്രൊവൈഡിങ് 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ്. ഏതൊക്കെയാണ് ആ ബാരിയേഴ്സ്? ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ് ആൻഡ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. അങ്ങനെ 4 ടൈപ്പ് ബാരിയേഴ്സിലൂടെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയറിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സ്കിൻ അല്ലേ. നമ്മുടെ ബോഡി ആകെ കവർ ചെയ്തിട്ട് വി ഹാവ് സ്കിൻ. സോ സ്കിൻ ഓൺ അവർ ബോഡി ഈസ് ദ മെയിൻ ബാരിയർ വിച്ച് പ്രിവെൻറ്റ്സ് എൻട്രി ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസും നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കടക്കാണ്ടിരിക്കാനുള്ള ഒരു ബാരിയറാണ് സ്കിൻ അല്ലേ. സ്കിന്ന് നമുക്ക് തൊലിയുണ്ട് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ ഡയറക്റ്റായിട്ട് മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. ഈ ഫോക്കോസ് ദർ ഈസ് എനി വൂണ്ട് അല്ലേ, എന്തെങ്കിലും കട്ടോ വൂണ്ടോ ഒക്കെ ഉണ്ടാകുമ്പോഴല്ലേ പെട്ടെന്ന് അതിലൂടെ ഇൻഫെക്ഷൻ വരാറ്. അപ്പം അങ്ങനെ കട്ടും വൂണ്ടോ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് സ്കിന്നാണ് എല്ലാ ഭാഗത്തെങ്കിൽ ദർ ഇസ് നോ ചാൻസ് ടു എൻട്രി ഫോർ ദ മൈക്രോ ഓർഗാനിസം. സോ സ്കിൻ ഇസ് ദ മെയിൻ ബാരിയർ അല്ലേ. നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെയിൻ ബാരിയറാണ് നമ്മുടെ സ്കിൻ. അതുപോലെ തന്നെ നമ്മുടെ അല്ലേ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഡസ്റ്റൈനൽ ലൈനിങ്, അതേപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, അതേപോലെ യൂറോജെനേറ്റൽ ട്രാക്റ്റ്, അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതിനൊക്കെ ലൈൻ ചെയ്തിട്ടുള്ള എപ്പിത്തീലിയത്തിൽ മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. മ്യൂക്കസ് കോട്ടിംഗ്, ദർ ഇസ് എ മ്യൂക്കസ് കോട്ടിംഗ് of the epithelium lining of the respiratory, gastrointestinal and urogenital tract. അപ്പോൾ അതൊക്കെ എന്തിനാണ്? ആൻഡ് വാട്ട് ഈസ് ദിസ് പർപ്പസ് ഓഫ് ദിസ് മ്യൂക്കസ്? ആ മ്യൂക്കസ് എന്താണ്? ഇറ്റ് വിൽ ട്രാപ്പ് ദ മൈക്രോബ്സ് എൻട്രിങ് അവർ ബോഡി. ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ നാച്ചുറൽ ഓപ്പണിങ്സിലൂടെ തന്നെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം അകത്തോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള
ഭാഗങ്ങളിലേക്ക് മ്യൂക്കസ് ലൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എന്താണ് ട്രാപ്ഡ് ആവും അല്ലേ. നമുക്കറിയാം ഒരു വഴുവഴുപ്പുള്ളതാണ് മ്യൂക്കസ് അല്ലേ. അപ്പോൾ അതിലൊക്കെ എന്താണ് ട്രാപ്പ് ചെയ്തിട്ട് അതിൽ നശിച്ചു പോവും. അങ്ങനെ മ്യൂക്കസ് കോട്ടിങ്ങും എന്താണ് ഒരു ഫിസിക്കൽ ബാരിയറിന് എക്സാമ്പിളാണ്. അപ്പോൾ അതാണ് ഫിസിക്കൽ ബാരിയേഴ്സിൽ പറയാൻ പറ്റുക. മ്യൂക്കസ് ലൈനിങ് ഓഫ് ദ എന്താണ് റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറോജനിറ്റൽ ട്രാക്ട്, അതുപോലെ തന്നെ സ്കിൻ, അതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ചില ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്. എന്തൊക്കെയാണ്? നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് കണ്ടന്റ് ഉണ്ട് അല്ലേ. നമുക്കറിയാം HClന്റെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ഫോമൊക്കെ നമ്മുടെ സ്റ്റൊമക്കിൽ ഫോം ചെയ്യുന്നുണ്ട്. സോ ദ ആസിഡ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക്ക്. അതുപോലെ നമ്മുടെ മൗത്തിൽ എപ്പോഴും സലൈവ അല്ലേ, സലൈവേറ്റ് ചെയ്യൂ അല്ലേ നമ്മുടെ മൗത്ത്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം നമ്മുടെ വായ്ക്കകത്തിലൂടെ കയറുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്യാനും കില്ല് ചെയ്യാനും പവറുള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ സലൈവ. സോ സലൈവ ഇൻ ദ മൗത്ത്. അതുപോലെ ഈ നമ്മുടെ കണ്ണിലൂടെ കയറുകയാണെങ്കിൽ എന്താണ്, കണ്ണിൽ നമുക്ക് ടിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡ് ഈസ് പ്രൊഡ്യൂസിങ് ടിയേഴ്സ്. സോ ടിയേഴ്സും എന്താണ്, അതൊക്കെ മൈക്രോബിയൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ എൻട്രിയെയും മൈക്രോബിയൽ ഗ്രോത്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന മെക്കാനിസംസ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ വരിക. സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ട്, മൗത്തിൽ സലൈവ ഉണ്ട്, കണ്ണിൽ ടിയേഴ്സ് ഉണ്ട്. അതുപോലെ ഇയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ വാക്സ് അല്ലേ, ഇയർ വാക്സ് ഒക്കെ ഇതേപോലെയുള്ള മൈക്രോബ്സിനെ തടയാനുള്ളൊരു മെക്കാനിസമാണ്. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. നൗ വി ക്യാൻ മൂവ് ടു സെല്ലുലാർ ബാരിയേഴ്സ്. സെല്ലുലാർ ബാരിയേഴ്സിൽ എന്തൊക്കെ പറയാം? WBC കേട്ടിട്ടില്ലേ നമ്മുടെ ബ്ലഡിലുള്ള അല്ലേ. അപ്പോൾ ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ WBCയിലുള്ള ന്യൂട്രോഫിൽസിൻ്റെ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയാം, PMNL. ഓക്കെ, പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്. അതുപോലെ തന്നെ എന്താണ് മോണോസൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ലിംഫോസൈറ്റ്സ് ഉണ്ട്, കില്ലർ അല്ലേ, നാച്ചുറൽ കില്ലർ ആയിട്ടുള്ള ബ്ലഡിലൊക്കെ ഉള്ള ലിംഫോസൈറ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ടിഷ്യൂസിലൊക്കെ എന്താണ് മാക്രോഫേജസ് ഉണ്ട്, മാക്രോഫേജസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ എന്താണ് മൈക്രോബ്സിനെ ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. അതിനെ എൻകൾഫ് ചെയ്തിട്ട് കില്ല് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുപോലെ മൈക്രോബ്സിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്ലഡിലുള്ള എന്താണ് കുറച്ച് സെൽസാണ്. എന്തൊക്കെയാണ്? ലിംഫോസൈറ്റ്, മാക്രോഫേജസ്, മോണോസൈറ്റ്, അതുപോലെ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സെല്ലുലാർ ബാരിയേഴ്സിന് എക്സാമ്പിളാണ്. നമ്മുടെ ബ്ലഡിലുള്ള കമ്പോണൻസ് ആണ്, WBCൻ്റെ കമ്പോണൻസ് ആണെന്ന് മനസ്സിലാക്കുക, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ. ക്ലിയർ ആയോ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു സൈറ്റോകൈൻ ബാരിയേഴ്സ് അല്ലേ. സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സെൽസിനെ, നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും സെൽസിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനെയാണ് നമ്മൾ ഇൻ്റർഫെറോൺസ് എന്ന് പറയുക. The proteins secreted by virus-infected cells are called interferons. അപ്പോൾ എന്താണ് അങ്ങനെ ഇൻ്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ഇൻ്റർഫെറോൺസ് പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഇൻഫെക്ഷൻ വരാത്ത സെൽസിന് വൈറൽ ഇൻഫെക്ഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ ഇൻ്റർഫെറോൺസിന്. ഏതെങ്കിലും ഒരു സെല്ലിന് വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ ആ സെല്ല് ഇൻ്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻ്റർഫെറോൺസ് വേറെയുള്ള സെൽസിന് ഇൻഫെക്ഷൻ വരാണ്ട് നോക്കും. ഓക്കെ, അപ്പോൾ അതാണ് സൈറ്റോകൈൻ ബാരിയേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ ഇതൊക്കെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ബൈ ബർത്ത് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരു കപ്പാസിറ്റിയാണ് ഇതൊക്കെ. ഓക്കെ, ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ് ആൻഡ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. ദിസ് ഓൾ കംസ് അണ്ടർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി ബൈ ബർത്ത് ഇറ്റ് സെൽഫ്. ഓക്കെ, അടുത്ത ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. സോ വി ക്യാൻ മൂവ് ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഒരു പേഴ്സൺ അക്വയർ ചെയ്യുന്നതാണ് ഡ്യൂറിങ് എ ലൈഫ് ടൈം. അയാളുടെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്നേറ്റ് ആണ് ബൈ ബർത്ത് അല്ലേ, നമുക്ക് ബർത്തിൻ്റെ സമയത്ത് തന്നെ കിട്ടുന്നതാണ്. അക്വയർഡ് ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, ബർത്തിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കില്ല, പിന്നീട് അക്വയർ ചെയ്യുന്നതാണ്. ആൻഡ് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് ദിസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഫ്രം ഇന്നേറ്റ്? ഇത് എന്താണ് പാത്തജൻ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. എന്താണ് നോൺ സ്പെസിഫിക് അല്ല. ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്തജന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ആണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് എ പാത്തോജൻ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. ഈ ഒരു ഇമ്മ്യൂണിറ്റീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മെമ്മറിക്ക് അവിടെ വലിയ റോളുണ്ട്. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബോഡി
ഏതെങ്കിലും ഒരു പാത്തജൻ, ഏതെങ്കിലും ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസത്തിനായിട്ട് നമ്മൾ എക്സ്പോസറായി അത് എൻകൗണ്ടർ ചെയ്തു, നമ്മുടെ ശരീരത്തിലോട്ട് ഫസ്റ്റ് ടൈം അത് എൻ്റർ ചെയ്തു. അങ്ങനെ എന്താണ്, നമുക്ക് ആ ഇൻഫെക്ഷൻ വന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. അതിനെയാണ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുക. അതിനെതിരെ ഉണ്ടാക്കുന്ന റെസ്പോൺസ് പ്രൈമറി റെസ്പോൺസ് ആണ്. അതിന് ഒരു ലോ ഇൻറ്റൻസിറ്റി, അത്ര ഇൻറ്റൻസിറ്റി കൂടുതലുള്ള റെസ്പോൺസ് അല്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും ഫസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു പാത്തജൻ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അതേ പാത്തജന് വീണ്ടും നമ്മുടെ ശരീരത്തിനോട്ടകത്ത് പിന്നീടൊരു സമയത്ത് വന്നാൽ എന്താ സംഭവിക്കും? ഇറ്റ് എലിസിറ്റ് എ ഹൈലി ഇൻറ്റൻസിഫൈഡ് സെക്കൻഡറി റെസ്പോൺസ്. നേരത്തെ ഉണ്ടാക്കിയ അതേ റെസ്പോൺസ് കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് രണ്ടാമത് ഉണ്ടാവും നമ്മുടെ ശരീരത്തിനകത്തോട്ട്. ഓക്കെ, അതിനെയാണ് സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ascribed to the fact that our body appears to have memory of the first encounter. അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ബോഡിക്ക് ആദ്യം വന്ന എൻകൗണ്ടർ എന്താണ്, മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെമ്മറൈസ് ചെയ്തിട്ട് രണ്ടാമതും അതേ സംഭവത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള സംഭവം പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അവിടെ മെമ്മറിയാണ് ഉണ്ടാവുന്നത്. ആദ്യം നമ്മൾ ഏതോ ഒരു വില്ലന് വന്നിട്ട് നമ്മളെ ഇടിച്ചിട്ടു. അപ്പോൾ നമ്മൾ അതിനെതിരെ നമ്മളൊരു ഒരു ഡിഫെൻസ് മെക്കാനിസം പഠിച്ചു. എന്തെങ്കിലും ഒരു കരാട്ടെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക. വീണ്ടും സെയിം ആളെന്നെ നമ്മുടെ എൻകൗണ്ടർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, അന്ന് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും അതേ എൻകൗണ്ടർ നടത്തുകയാണ്. അതേ സ്റ്റെപ്പ് നമ്മൾ ചെയ്യാണ്, ഡിഫെൻഡ് ചെയ്യാണ്, തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മെമ്മറിക്കൊരു വലിയ റോളുണ്ട്. മെമ്മറൈസ് ചെയ്യാണ് ബോഡി. അന്ന് വന്ന ആൾ തന്നെയാണ്, അപ്പോൾ അന്ന് ഉണ്ടാക്കിയ അതേ സാധനം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് അയാളെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം എന്നുള്ളൊരു തരത്തിലുള്ള റെസ്പോൺസാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവാനാണ് കേട്ടോ ഈ രീതിയിലൊക്കെ പറയുന്നത്. So this primary and secondary immune responses are carried out with the help of B lymphocytes and T lymphocyte. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യത്തെ എൻകൗണ്ടറിൽ ഉണ്ടാവുന്ന റെസ്പോൺസാണ് പ്രൈമറി റെസ്പോൺസ്. വീണ്ടും അതേ പാത്തജൻ എൻ്റർ ചെയ്യുമ്പം സെക്കൻഡറി റെസ്പോൺസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ റെസ്പോൺസ് ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സുമാണ്. ബി ലിംഫോസൈറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ദേ പ്രൊഡ്യൂസ് എൻ ആർമി ഓഫ് പ്രോട്ടീൻസ്. ഒരു പ്രോട്ടീൻസിൻ്റെ ഒരു ആർമി, ഒരു വലിയൊരു സൈനിക ശക്തി പോലെ അങ്ങോട്ട് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ആൻറ്റിബോഡീസ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ആൻറ്റിബോഡീസ് പാത്തജനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ബി ലിംഫോസൈറ്റ് വർക്ക് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടി ലിംഫോസൈറ്റ്? ടി ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുക? ദേ ഹെൽപ്പ് ദ ബി ലിംഫോസൈറ്റ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അതായത് ടി ലിംഫോസൈറ്റ് സ്വയം ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. ബട്ട് ഇറ്റ് ഹെൽപ്സ് ദ ബി ലിംഫോസൈറ്റ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. പക്ഷെ മറ്റേ ആളെ ബി ലിംഫോസൈറ്റിനെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റുമാണ് നമുക്കൊരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് കം അക്രോസ് ത്രൂ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആസ് വെൽ ആസ് ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലേ? അപ്പം ഒരു മനുഷ്യനുണ്ടാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഡിഫറൻസ് ഒന്നും കൂടെ ടേബിൾ ആക്കിയിട്ട് നോക്കാം. ഓക്കെ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? നമ്മൾ പറഞ്ഞു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ പാത്തജൻ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലേ? അത് പ്രത്യേക ഇന്ന ഒരു പാത്തജൻ എന്നില്ല, നോൺ സ്പെസിഫിക് ആണ്. മറിച്ച് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയോ ദേ ആർ പാത്തജൻ സ്പെസിഫിക്. ഓരോ പാത്തജനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആയിരിക്കും അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസ് എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബർത്തിൻ്റെ സമയത്ത് തന്നെ ഉണ്ടായിരിക്കും അല്ലേ? ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. വൈൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബർത്തിന് ശേഷം അക്വയർ ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് ഡിഫറൻസ് ഈസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് സ്പെസിഫിക് മെമ്മറി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ മെമ്മറിക്ക് വലിയ റോളൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അവിടെ ഒരു ഇമ്മ്യൂണോളജിക്കൽ മെമ്മറിയാണ് അതിനെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മെമ്മറിക്ക് വലിയൊരു റോളുണ്ട്. ഫോർത്ത് ഡിഫറൻസ്, ഇറ്റ് ഓപ്പറേറ്റ്സ് ബൈ പ്രൊവൈഡിങ് ബാരിയേഴ്സ് അഗെയിൻസ്റ്റ് ദ എൻട്രി ഓഫ് ഇൻഫെക്ടീഷ്യസ് ഏജൻറ്റ്സ്. നമ്മൾ പറഞ്ഞൂല്ലേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫിസിക്കൽ ബാരിയർ ഉണ്ട്, ഫിസിയോളജിക്കൽ ഉണ്ട്, സെല്ലുലാർ ഉണ്ട്, സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് വെച്ചിട്ടാണ് ഇൻഫെക്ഷനെതിരെ പൊരുതുന്നത്. മറിച്ച് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയോ നമ്മൾ പറഞ്ഞൂല്ലേ, രണ്ടാളുകൾ ആരൊക്കെയായിരുന്നു? ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ് മീഡിയേറ്റ് ചെയ്യുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി റെസ്പോൺസിലൂടെയാണ് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നത് മൈക്രോബ്സിനെതിരെ. ഓക്കെ, സോ ഇറ്റ് ഓപ്പറേറ്റ്സ് ബൈ പ്രൊഡ്യൂസിങ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റെസ്പോൺസസ്. അതിനെ സഹായിക്കുന്നത് ഏതാണ്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. സോ ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആരും മിസ് ചെയ്യരുത് ഈ ടോപ്പിക്ക്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട്, വളരെ സിമ്പിളാണ് അല്ലേ, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. Okay, so that's about the innate and acquired immunity. Now we can move to the structure of antibodies. Antibodies produce ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So what you meant by antibody? Antibody എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It's a protein molecule അല്ലേ. It's a type of protein molecule produced by B lymphocyte in response to pathogen. ഏതെങ്കിലും ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസം നമ്മുടെ ശരീരത്തിലോട്ട് കയറിയാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ലിംഫസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ആൻറ്റിബോഡി മോളിക്യൂളിനും 4 പെപ്റ്റൈഡ് ചെയിൻസ് ആണുള്ളത്, 4 പ്രോട്ടീൻ്റെ ചെയിൻസ് ആണുള്ളത്. ഓക്കെ, 2 ലൈറ്റ് ചെയിൻസ് ഉണ്ടായിരിക്കും, 2 ഹെവി ചെയിൻസ് ഉണ്ടായിരിക്കും. 2 ലൈറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ചെയിൻസ് ആണ്. 2 ഹെവി ചെയിൻസ്, അത് കുറച്ച് ലോങ്ങർ ആയിരിക്കും. ലോങ്ങർ ചെയിൻസ് ഉണ്ടായിരിക്കും, സ്മോൾ ചെയിൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ആൻറ്റിബോഡീൻ്റെ സ്ട്രക്ചർ കിടക്കുക. ഹിയർ ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ അല്ലേ, ഹെവി ചെയിൻ കാണുന്നുണ്ട്, അത് കുറച്ച് ലോങ്ങർ ആണ്, പിങ്ക് കളറിൽ കാണുന്നില്ലേ. ആൻഡ് 2 സ്മോളർ ചെയിൻ, അതാണ് ലൈറ്റ് ചെയിൻ, ഗ്രീൻ കളറിൽ കാണുന്നുണ്ട് അല്ലേ. ഈ ഫിഗർ ക്ലിയർ ആയോ? അപ്പം 2 ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അവിടെയാണ് ആൻറ്റിജൻ വന്നിട്ട്, ആൻറ്റിജൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസം ആണ്, അപ്പോൾ അത് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്പേസ് ആണ് അവിടെ കാണുന്നത് അല്ലേ. ഇനി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എങ്ങനെ സിംപലൈസ് ചെയ്യാം? IgA, IgM, IgE ആൻഡ് IgG. ഓക്കെ, IgA, IgM, IgE, IgG എന്നുള്ളതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്. ഓക്കെ, ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഏതൊക്കെയാണ്? ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആസ് വെൽ ആസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ വാട്ട് അബൌട്ട് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്? നമ്മൾ പറഞ്ഞു 2 ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നുണ്ട്, ഒന്ന് ഹ്യൂമറൽ ആൻഡ് സെക്കൻഡ് ഇസ് സെൽ മീഡിയേറ്റഡ്. വാട്ട് ഇസ് ദ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ലിംഫസൈറ്റ്, നമ്മൾ പറഞ്ഞില്ലേ ബി ലിംഫസൈറ്റ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ രീതിയിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബ്ലഡ് അല്ലേ, ബ്ലഡിലാണ് അത് കാണുന്നത്. ഓക്കെ, സോ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബി സെൽസ്, അതായത് ബി ലിംഫസൈറ്റ് സെൽസ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബി ലിംഫസൈറ്റ്സ് കാണിക്കുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നും കൂടെ പറയും, കാരണം അവിടെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടല്ലേ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് അല്ലേ, പ്രതിരോധിക്കുന്നത് ആൻറ്റിബോഡീസിലൂടെയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ആൻഡ് ദ സെക്കൻഡ് റെസ്പോൺസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. നമ്മൾ ടി ലിംഫോസൈറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അത് സ്വന്തമായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഹെൽപ്സ് ദ ബി ലിംഫോസൈറ്റ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. അപ്പം ടി ലിംഫോസൈറ്റ് മീഡിയേറ്റ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് cell-mediated immune response is actually responsible for graft rejection. Graft reject ചെയ്യുന്നതിലൊക്കെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അത് ക്ലിയർ ആണോ? ഇപ്പം നമ്മൾക്ക് ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ കേസിൽ ഇൻറ്റേർണൽ ഓർഗൻസിന് വല്ല ഫെയിലിയർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റെമഡി ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുണ്ട് അല്ലേ ചില സമയത്ത്. അപ്പോഴെന്താണ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മളൊരു ഡോണറിനെ തിരയും. അല്ലാണ്ട് ആരുടെയെങ്കിലും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ടോ? ആരുടെയെങ്കിലും ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. എന്താണ്, ഒട്ടും മാച്ച് അല്ലാത്തൊരു ഗ്രാഫ്റ്റാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഗ്രാഫ്റ്റിനെ നമ്മുടെ ശരീരം തന്നെ റിജക്റ്റ് ചെയ്യും, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂല. അപ്പോൾ എന്താണ്, അങ്ങനെയുള്ള ആ ഒരു റിജക്ഷന് കാരണം ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. കാരണം നമ്മുടെ ബോഡിക്ക് നമ്മുടെ സെൽഫ് ഏതാണ് നോൺ സെൽഫ് ഏതാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതൊക്കെ നമ്മുടെ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിലാണ് വരിക. അതായത് നമ്മളേതല്ലാത്ത ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുമ്പോൾ ദ ബോഡി ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് ഈസ് നോട്ട് മീ അല്ലേ, അത് എൻ്റെതല്ല, അപ്പോൾ ഒരു നോൺ സെൽഫാണ് എന്നുള്ളത് ബോഡി റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനെതിരെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോണേഴ്സിനൊക്കെ തിരഞ്ഞു നടക്കുന്നത്. കാരണം ടിഷ്യൂ മാച്ചിങ് നടക്കണം, ആസ് വെൽ ആസ് ബ്ലഡ് ഗ്രൂപ്പ് ഓൾസോ മാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ടിഷ്യൂസ് തമ്മിലും മാച്ചിങ് ഉണ്ടായിരിക്കണം, ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ മാച്ചിങ് ഉണ്ടാവണം. അപ്പോഴാണ് എന്താണ്, നമ്മളൊരു ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റിന് മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ്, ആ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടിഷ്യൂ മാച്ചിങ്ങും ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്ങും ഒക്കെ എസെൻഷ്യൽ ആണ് ബിഫോർ ടേക്കിംഗ് എനി ഗ്രാഫ്റ്റ് ഓർ ട്രാൻസ്പ്ലാന്റ്.
Okay, and after this the patient has to take immune suppressant his or her life. Okay, അപ്പോൾ അതിന് ശേഷം എന്താണ് പേഷ്യൻസ് എന്താണ് ഇമ്മ്യൂൺ സപ്രസൻസ് ഒക്കെ യൂസ് ചെയ്യണം. ദെൻ ഇറ്റ് വിൽ ബി ഓക്കെ. അപ്പോൾ എന്താണ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, അതിനെതിരെ പിന്നെ റിജക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫ്റ്റ് റിജക്ഷനും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്തുള്ള റെസ്പോൺസൊക്കെ എന്താണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത് T ലിംഫോസൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആസ് വെൽ ആസ് എന്താണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് B ലിംഫോസൈറ്റ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് T ലിംഫോസൈറ്റ് ആണ് എന്നുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അടുത്ത ഭാഗമാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു? എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദ ബോഡി പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ഡിസീസ് കോസിംഗ് ആൻറ്റിജൻസ്. അതായത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഏതെങ്കിലും ഒരു പാത്തജൻ ഡിസീസ് കോസിങ് ആൻറ്റിജന് കയറിയാൽ അതിനെതിരെ നമ്മുടെ ശരീരം തന്നെ സ്വയം ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുക. അത്തരത്തിലുള്ള അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്കാണ്, ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്കാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആൻറ്റിബോഡീസ് സ്വന്തമായിട്ട് നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് ആ പാത്തജനെതിരെ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത? കുറച്ച് സ്ലോ പ്രോസസ്സാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നടക്കുന്നില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും, പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഇൻജെക്റ്റിംഗ് ദ മൈക്രോബ്സ് ഡെലിബറേറ്റ്ലി ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷൻ or infectious organism gaining access into body during natural infection induce active immunity. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഒരു നാച്ചുറലി ഇൻഫെക്ഷൻ വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കൂലേ, വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ തന്നെ ഡെലിബറേറ്റ്ലി നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ, മൈക്രോബ്സിനെ ഇൻജെക്ട് ചെയ്യാറുണ്ട്. വാക്സിനേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ്റെ സമയത്തും നാച്ചുറലി എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ഒക്കെയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്വന്തം നമ്മുടെ ബോഡി തന്നെ സ്വയം ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ പാത്തജനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നതിനാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. കുറച്ച് സ്ലോ ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് പാസീവ് ഇമ്മ്യൂണിറ്റി? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇൻ വിച്ച് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അതർ. റെഡിമെയ്ഡ് ആയിട്ട് ഇന്ന പാത്തജനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു ഇൻഡിവിജ്വലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആളുകളിൽ നിന്നോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്നതിനാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അവിടെ സ്വയമല്ല, നമ്മുടെ സ്വന്തം ശരീരമല്ല അവിടെ ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുന്നത്, മറിച്ച് വേറൊരു എന്താണ് പുറത്തുനിന്ന് നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാണ് ആൻറ്റിബോഡീസ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പാസീവ് ഇമ്മ്യൂണിറ്റി ഫ്രം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൊലുസ്ട്രം ആണ്. കൊലുസ്ട്രം പഠിച്ചിട്ടില്ലേ? കാരണം നമ്മൾ റീപ്രൊഡക്ഷൻ ഹ്യൂമൻ റീപ്രൊഡക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് കൊലുസ്ട്രം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ യെല്ലോയിഷ് ഫ്ലൂയിഡ് അല്ലേ, സെക്രീറ്റഡ് ബൈ ദ മദർ ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ അല്ലേ. ഒരു പ്രസവം കഴിഞ്ഞ ഉടനെ നമ്മുടെ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ, യെല്ലോയിഷ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. അതിലെന്താണ് ധാരാളം ആൻറ്റിബോഡീസ് ഉള്ള ഒരു ഫ്ലൂയിഡാണ് കൊലുസ്ട്രം. കൊലുസ്ട്രത്തിൽ അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന ആൻറ്റിബോഡിയാണ് IgA. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് പറഞ്ഞില്ലേ, IgA, IgE, IgG എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ IgA അബണ്ടൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് കൊലുസ്ട്രം. സോ ഇറ്റ് പ്രൊട്ടക്ട് ദ ഇൻഫാൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് അല്ലേ, പല അസുഖങ്ങളിൽ നിന്നും ഇൻഫാൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ കൊലുസ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫീറ്റസ് റിസീവ് സം ആൻറ്റിബോഡീസ് ഫ്രം ദെയർ മദർ ഡ്യൂറിങ് ദ പ്ലാസൻറ്റ ഡ്യൂറിങ് പ്രഗ്നൻസി. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സമയത്തും പ്ലാസൻറ്റയിലൂടെ മദറിൽ ഉണ്ടാക്കിയിട്ടുള്ള ആൻറ്റിബോഡീസ് ഫീറ്റസിൽ എത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ലാക്ടേഷൻ്റെ സമയത്ത് കൊലുസ്ട്രം കൊടുക്കുമ്പോഴും മദറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലേ ആൻറ്റിബോഡീസ് കൊലുസ്ട്രത്തിലൂടെ എന്താണ് നമ്മുടെ ഇൻഫാൻറ്റിലോട്ട് എത്തും. അപ്പോൾ അതൊക്കെ വേറൊരു സോഴ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ്. ആ ഫീറ്റസിൻ്റെ ബോഡി സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇൻഫാൻറ്റിൻ്റെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതല്ല, ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സം അതർ സോഴ്സ്. അപ്പോൾ അവിടെ മദറിൽ നിന്നാണ് അല്ലേ ലാക്ടേഷൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക.
പാസീവ് ഇമ്മ്യൂണിറ്റി. അതിന് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്ലാസൻറ്റയിലൂടെ കിട്ടുന്ന ആൻറ്റിബോഡീസും അതുപോലെ കൊലുസ്ട്രം ഒക്കെ കോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്വയം ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻഡിവിജ്വലിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്നതാണ്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പാസീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ ക്ലിയർ ആയോ? അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം അല്ലേ? കുറച്ചായില്ലേ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.